ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ആപ്പിൽ നിന്നുണ്ടതാണ്. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ടിട്ടതാണ്. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്നും പറഞ്ഞ് ഗെയിം ബോക്സാണത്. നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്നും പറഞ്ഞ് ഒരു അൾട്ടിമേറ്റ് പവർ എന്നും പറഞ്ഞ നമ്മളൊരു ഇത് കളിക്കാൻ പോവുകയാണ്. അത് ഈ പരസ്യം അതിൻ്റെ കൂടെ വരുന്നതാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ആദ്യം കിടക്കുന്ന ഒരു ഏലിയനാണ് എടുത്തത്. നമ്മൾക്ക് 5 മിനിറ്റും കിട്ടി, ഗോളും കിട്ടി ഗൈസ്. എൻ്റെ അടുത്ത് നിന്ന് അടിക്കാൻ ഇച്ചിരി ഈസിയാണ്. ഞാൻ പടച്ചട്ടേന്ന് അടിക്കുന്നുണ്ട് ഗൈസ് ഗോള്. നമുക്ക് ഇച്ചിരി സൗണ്ട് കുറച്ച് വയ്ക്കാൻ. ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമ്മൾ അവനെ അടിച്ചടിച്ച് ഗോളടിച്ചടിച്ച് കൊണ്ട് നമ്മൾ അടിക്കുകയാണ് ഗൈസ്. നമ്മൾ ഓരോരോ ഗോളുകളായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ചടപട അടിച്ചടിച്ച് പടപട ചടയെന്ന് പോവുകയാണ് നമ്മുടെ ഓരോരോ ഗോളുകളും. അങ്ങനെ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ? കമൻറ്റിലൂടെ പറഞ്ഞറിയിക്കുക. ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക്. അപ്പോൾ നമ്മൾക്ക് കീപ്പിംഗ് ചെയ്യാം. നമ്മൾക്ക് അവൻ്റെ ഓരോരോ ഗോളുകളായിട്ട് നമ്മളിങ്ങനെ തടഞ്ഞ് നിർത്തുകയാണ് ഗൈസ്. അവൻ്റെ ഓരോ ഗോളുകളും നമ്മളിങ്ങനെ തടഞ്ഞ് നിർത്തുകയാണ്. സമയം പോവാറായി. നമ്മളങ്ങനെ അവൻ്റെ ഓരോരോ ഗോളുകൾ ഇങ്ങനെ തടഞ്ഞ് വച്ചിരിക്കുകയാണ്. അവനങ്ങനെ 0-0 അവൻ തോച്ചിരിക്കുന്നു. അവൻ്റെ അടുത്ത് ജയിക്കാൻ ഈസിയാണ് ഗൈസ്. നമ്മൾ ആ മൂങ്ങയുടെ മേളിൽ കൂടി അടിച്ചാൽ മതി. എല്ലാ ഗോളും തന്നെ അടിക്കുന്നുണ്ട് ഗൈസ്. മൂങ്ങയുടെ പുറത്തൊരു ഗോളം അടിച്ചു കൊടുത്തു. അതൊന്നും കേറാത്ത എന്ത് ഗൈസ്? ഞാൻ നോക്കുമ്പോഴത്തേക്ക് കേറുന്നായിരുന്നല്ലേ. അതെന്താ പറ്റി? കേറുന്നില്ല ഗൈസ്. കൊഴുപ്പല്ല. നമ്മൾ 7 ഗോൾ അടിച്ചിരിക്കുന്നു. നമ്മൾ ഗോൾ കീപ്പറാണ് ഗൈസ്. അവന് നമ്മൾ ഒരു ഗോളും വിട്ടുകൊടുക്കൂല. നമ്മളെല്ലാം പിടിച്ചു വച്ചിരിക്കും. നിനക്ക് ഞാൻ ഗോളിൽ വിളിച്ച് തരത്തില്ല. അവനങ്ങനെ കഷ്ടിച്ചൊരു ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ് എൻ്റെ അടുത്തുനിന്ന്. ഇനി നമ്മളവന് ഗോളിൽ വെച്ച് കൊടുക്കൂല ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് അവൻ്റെ ഗോള് തടഞ്ഞു നിർത്താൻ പറ്റും. നിങ്ങളെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളങ്ങനെ അവൻ ഗോള് അടിക്കാതെ നമ്മൾ നോക്കിയിരിക്കുന്നു. നമ്മളിപ്പോൾ 7-1 ജയിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഇവൻ്റെ അടുത്ത് അടിക്കാൻ ഇച്ചിരി പാടല്ല, നല്ല പാടാ. ഒരു ഗോളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇവൻ്റെ അടുത്ത് കഷ്ടിച്ച് അടിച്ചിട്ടുണ്ട്. അതും കഷ്ടിച്ച്. ഭയങ്കര പാടാ കഴിച്ച് ഇവൻ്റെ അടുത്തൊന്നും ജയിക്കാൻ. അതുപോലും വിചാരിക്കുന്നു വരെ പാടാ. അങ്ങനെ നമ്മൾ ഇവനായിട്ട് ചെറിയ ഗോൾ അടിച്ചിരിക്കുന്നു. പക്ഷെ വേറെ ഒന്നും പോകുന്നില്ലല്ലോ ഗൈസ്. ഗോൾ കീപ്പ് ഇവൻ കറവടിക്കും ഗൈസ്. കറവടിച്ചങ്ങോട്ട് ഗോൾ വെച്ചു. നമ്മൾ പറ്റിച്ച് കളയും. അതാണൊരു കൊഴുപ്പ് ഗായ്സ്. ഇതൊന്നാണ് ഗോള് കയറിയിരിക്കുന്നു. അതും ഗോള് കയറിയിരിക്കുന്നു. അതും ഗോള് കയറിയില്ല. പിടിച്ച് നമ്മളെ പിടിച്ച്
അവനങ്ങനെ ജയിച്ചിരിക്കുന്നു. നമുക്കൊന്നും കൂടി കളിച്ച് നോക്കാം. നമ്മളൊരു ഗോളടിച്ച് വീണ്ടും ഒരു ഗോളിൽ തന്നെ നമ്മൾ തോക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ആ വിധിയിലാണിത് പോകുന്നത് ഗൈസ്. അതിനുള്ള വിധിയില്ല ഗൈസ്. അങ്ങനെ 2 ഗോളായിരിക്കുന്നു. അതും ഗോള് അറിയില്ല ഗൈസ്. ഇനി നമ്മളുടെ ഗോൾ കീപ്പിംഗ് ആണ്. നമ്മൾ പിടിച്ചിരിക്കുന്നു. അതും നമ്മൾ പിടിച്ചിരിക്കുന്നു ഗൈസ്. അതും നമ്മളങ്ങനെ പിടിച്ചിരിക്കുന്നു. അവന് നമ്മളെ ജസ്റ്റ് ഗോളടിക്കാൻ കഴിയില്ല ഗൈസ്. അവനതിനിച്ചിരി മുക്കും. നമ്മൾ പിടിച്ചിരിക്കുന്നു. ഇതെന്താണ് ഗൈസ്? അവനൊരു ഗോളോ ഗൈസ്? അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. ഇനി ഹെക്സ് ആണ് ഗൈസ്. ഹെക്സിൻ്റെ അടുത്ത് ഗോളടിക്കാൻ ഇച്ചിരി പാടാണ്. നല്ല നോക്കാം. ചിലപ്പോൾ ഹെക്സിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടും. ഹെക്സിന് നമ്മൾക്ക് പച്ചിച്ച് ഗോളടിക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഹെക്സിനെ പച്ചിച്ച് ഗോളടിക്കാം ഗൈസ്. ഇതെന്താ ഒരു ഗോൾ കയറിയിരിക്കുന്നു? ഒരു ഗോള് കയറത്തുള്ളൂ തോന്നുന്നു ഗൈസ്. ഗോളടിച്ചു ഗൈസ്. നമ്മൾ തടഞ്ഞിരിക്കുന്നു. നമ്മൾ തടഞ്ഞിരിക്കുന്നു. നമ്മളവൻ്റെ എല്ലാ ഗോളും തടഞ്ഞിരിക്കുന്നു. നമ്മളങ്ങനെ ജയിച്ചിരിക്കുന്നു ഗായ്സ്. ഇനി വിൽഗ്യാസ് ആണ് ഗായ്സ്. വിൽഗ്യാസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. അതും ഗോളായിരിക്കുന്നു ഗായ്സ്. ഇതും ഗോളായിരിക്കുന്നു. അത് ഗോളായി ഗായ്സ്. ആ ബോള് കത്തിച്ചോളൂ. അങ്ങനെ കത്തിക്കാൻ നമ്മൾ അവസരം കൊടുത്തത്. 4 ഗോൾ അടിച്ചിരിക്കുന്നു. 5ാമത്തെ ഗോള് കത്തിച്ചളച്ചിരിക്കുന്നു. 6ാമത്തെ ഗോള് നമ്മൾ അടിച്ചിരിക്കുന്നു. 7 ഗോള് നമ്മൾ അടിച്ചിരിക്കുന്നു. ഇനി നമ്മളുടെ ഗോൾ കീപ്പിംഗ് ആണ്. ഗോൾ കയറിയിരിക്കുന്നു ഗൈസ്. പുറന്നൊരു ഗോള് കയറി. 2ാമത്തെ ഗോള് ഗൈസ്. ഇത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു ഗൈസ്. നോക്കൂ. ഇത് നമ്മൾ സേവ് ചെയ്തു. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോവുകയാണ് ഗൈസ്. സേവ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോവുകയാണ്. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നു. 3ാമത്തെ ഗോളും അങ്ങനെ കയറിയിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ അവനെ തോൽപ്പിച്ചിരിക്കുന്നു. ഗ്യാസ് അങ്ങനെ മാഞ്ഞു പോയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.